2023 NEET examination method question. A 12-volt 60-watt lamp is connected to the secondary of a step-down transformer. അപ്പോൾ സെക്കൻഡറിയിലെ വോൾട്ടേജ് തന്നിരിക്കുന്നു, സെക്കൻഡറിയിലെ പവറും തന്നിരിക്കുന്നു. ഓക്കെ, സെക്കൻഡറി വോൾട്ടേജ് 12 വോൾട്ട്സ്, സെക്കൻഡറിയിലെ പവർ 60 വാട്ട്സ്. ഓക്കെ, ഇനി പ്രൈമറി ഈസ് കണക്റ്റഡ് ടു AC മെയിൻസ് ഓഫ് 220 വോൾട്ട്സ്. പ്രൈമറി വോൾട്ടേജും തന്നിട്ടുണ്ട്. പ്രൈമറി വോൾട്ടേജ് 220 വോൾട്ട്സ് ആണ്. Assuming the transformer to be ideal, what is the current in primary winding? ഇവിടെ പവർ ഇൻ ദ സെക്കൻഡറി തന്നിരിക്കുന്നത് കൊണ്ട് നമുക്കതിനെ VS IS എന്ന് എഴുതാം. പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അതാണ് ഇവിടെ 60 തന്നിരിക്കുന്നത്. ഇവിടെ VS ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 12 ഇൻറ്റു IS എന്ന് പറയുന്നത് 60 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ISന്റെ വാല്യൂ 60/12 അല്ലെങ്കിൽ 5 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, 5 ആംപിയർ എന്ന് കിട്ടും. ഇനി ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് പ്രൈമറി കറണ്ട് ഇൻ ദ പ്രൈമറി വൈൻഡിങ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. VS/VP is equal to IP/IS. VS വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 12 വോൾട്ട്സ് തന്നിരിക്കുന്നു, ഡിവൈഡഡ് ബൈ VP 220. IP നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. IS 5 ആംപിയേഴ്സ്. ഇവിടെ 5ഉം 220യും കട്ട് ചെയ്താൽ 44. 12/44 എന്ന് പറയുമ്പോൾ അറൌണ്ട് 0.3ക്ക് അടുത്ത് ആൻസർ വരും. അതിനോട് ഏറ്റവും അടുത്ത ഓപ്ഷൻ 0.27 ആണ്. ആൻസർ ഇസ് 0.27 ആംപിയേഴ്സ്.